ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ യാത്ര ആദ്യം എത്തിച്ചേർന്നത് കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. അഗ്രഹാരത്തിലെ കാഴ്ചകളും അതുപോലെ അവിടെയുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചും നമുക്ക് കേൾക്കാം. നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് കൽപ്പാത്തിയാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി. ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ തീരത്തും പച്ചപ്പും പഴമയും ഒത്തുചേരുന്ന ഒരിടം. ഇതിനു മുന്നേ തന്നെ ഞാൻ കൽപ്പാത്തി പുഴയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഐതിഹ്യം നമുക്ക് കേട്ടാലോ. 15-ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാവിൻ്റെ കാലത്താണ് തമിഴ് ബ്രാഹ്മണർ ഇവിടെ കുടിയേറിയതെന്ന് പറയപ്പെടുന്നു. കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് സമാനമായ രീതിയിൽ ഇവിടെ വിശ്വനാഥ സ്വാമി ക്ഷേത്രവും നിർമ്മിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ദക്ഷിണ കാശി എന്ന് പറയുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ അഗ്രഹാരങ്ങൾ എന്നാണ് പറയുന്നത്. ആ അഗ്രഹാരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുമാണ്. ഓരോ അഗ്രഹാരത്തിൻ്റെ അറ്റത്തും ഓരോ ക്ഷേത്രങ്ങളും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് കൽപ്പാത്തി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരാറ് രഥോത്സവമാട്ടോ. കൂറ്റൻ രഥങ്ങളും ഭക്തർ തെരുവുകളിലൂടെ വിളിച്ചു നീക്കുന്ന കാഴ്ച വളരെ അത്ഭുതമല്ലേ. സംഗീതവും കലയും ഈ ഗ്രാമത്തിൻ്റെ ഒരു ജീവവായുവാണ്. അതുപോലെ തന്നെ എനിക്ക് അഗ്രഹാരത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അതേപോലെ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭക്ഷണം കേട്ടോ അവരുടെ അഗ്രഹാരത്തിലെ ഭക്ഷണം. എല്ലാവരും അത് കഴിക്കണം. ഞായറാഴ്ച ദിവസം പോകാണ്ട് മറ്റുള്ള ദിവസം നമ്മൾ പോകണം. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനും അറിയാനും ഒക്കെയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ തമിഴ് സംസ്കാരവും വേദമന്ത്രങ്ങളും ഇന്ന് നിലനിൽക്കുന്ന കൽപ്പാത്തിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതുപോലെ 2 ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിശ്വനാഥസ്വാമി ക്ഷേത്രവും ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രവും. ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് വിശ്വനാഥസ്വാമി ക്ഷേത്രമാണ്. 1425 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം കാശിയിൽ പാതി കൽപ്പാത്തി എന്നറിയപ്പെടുന്നു. കാശിയിലെ വിശ്വനാഥനും വിശാലാക്ഷി ദേവിയുമാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠകൾ. ഗംഗാതീരത്തെ അനുഭവവും ഈ കൽപ്പാത്തി പുഴയുടെ തീരത്തും നമുക്ക് ലഭിക്കും. ശിവക്ഷേത്രത്തിൽ നിന്നും അധികം ദൂരെയില്ലാതെ പഴയ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. വൈഷ്ണവ സംസ്കാരത്തിൻ്റെ പ്രതീകമായി ഈ ക്ഷേത്രം ശാന്തതയുടെയും ഭക്തിയുടെയും വലിയൊരു കേന്ദ്രമാണ്. മഹാവിഷ്ണുവിനെ ലക്ഷ്മി ദേവിയോടൊപ്പം ആരാധിക്കുന്ന ഇവിടം വാസ്തുവിദ്യ കൊണ്ടും അതിമനോഹരമാണ്. വർഷം തോറും നടക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തിൽ ഈ 2 ക്ഷേത്രങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. വിശ്വനാഥനും പെരുമാളും തങ്ങളുടെ രഥങ്ങളിലേറി അഗ്രഹാര വീഥികളിലൂടെ ഭക്തരെ കാണാനിറങ്ങുന്ന കാഴ്ച അത് പറഞ്ഞറിയിക്കാനാവില്ല. ആത്മീയതയും ചരിത്രവും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ 2 ക്ഷേത്രങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പാലക്കാട്ടും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.